പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ ചിന്തയുമായി ഞാൻ നിങ്ങളോട് മുമ്പിലായിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന ആ ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. 14-30-ാം വാക്യം മലയാള ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഇംഗ്ലീഷിലെ ആംപ്ലിഫൈഡിലെ ചില വാക്കുകൾ എന്നെ വല്ലാതെ സ്പർശിച്ചു. ആ വാക്കുകൾ ഇങ്ങനെയാണ്: I will not speak with you much longer, for the ruler of the world, Satan, is coming, and he has no claim on me, no power over me, nor anything that he can use against me. ഇവിടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് ഇവിടെ. ആ അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് കർത്താവ് ഈ ലോകത്തിന്റെ പ്രഭുവിനെ പറ്റി അല്ലെങ്കിൽ സാത്താനെ പറ്റി ഒരു വാക്ക് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അതേപോലെ ഗ്രേറ്റർ വർക്ക്സ്, കർത്താവിൽ വിശ്വസിക്കുന്നവൻ കർത്താവ് ചെയ്തതിലും അധികം ചെയ്യും എന്നുള്ളത് കർത്താവിന്റെ വാക്തത്വമാണ്. അത് നമ്മൾക്ക് പ്രാപ്യമാകാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോഴും കർത്താവ് ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തരുന്നത്, പിശാചിന് കർത്താവിൽ അല്ലെങ്കിൽ യേശു കർത്താവിൽ ഒരു സ്ഥാനവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹി ഹാസ് നോ പവർ ഓവർ മീ, ഹി ഹാസ് നത്തിങ് ദാറ്റ് ഹി ക്യാൻ ക്ലെയിം ഫ്രം മീ. എന്നിൽ നിന്ന് അവകാശപ്പെട്ട് എടുക്കുവാൻ തക്കോണം പിശാചിന് ഒന്നുമില്ല. എന്നിൽ നിന്ന് എന്തെങ്കിലും തിരികെ പിടിക്കാനായി പിശാചിന് ഒന്നുമില്ല എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് പാപമില്ലാതെ ജനിക്കപ്പെട്ട അല്ലെങ്കിൽ പാപമില്ലാതെ നിന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കർത്താവിൽ നിന്ന് പാപത്തിന്റെ അല്ലെങ്കിൽ പിശാചിന് യാതൊരു നിലനിൽപ്പും അല്ലെങ്കിൽ ആ പിശാചിന്റെ യാതൊരു ഡെപ്പോസിറ്റും അതിൽ യേശു കർത്താവിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിശാചിന് എപ്പോഴാണ് ഒരാളിൽ ക്ലെയിം ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഒരാളുടെ മേലുള്ള ഒരു അവകാശം സ്ഥാപിക്കാൻ പിശാച് വരുന്നത്? പിശാച് അവകാശം സ്ഥാപിക്കണമെങ്കിൽ പിശാചിൻ്റെതായ എന്തെങ്കിലും ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണമാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ആ അടയ്ക്കുന്ന പണമായിരിക്കും നമ്മൾ അതിൽ നിന്ന് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത്. ഇതേപോലെ തന്നെ പിശാചിന്റെ ഡെപ്പോസിറ്റ് ഉള്ള വ്യക്തികളിൽ ഉള്ള ആളുകളിൽ നിന്നാണ് പിശാച് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. പിശാചിന്റെ ഡെപ്പോസിറ്റ് ഉള്ള ആളുകളിൽ നിന്ന് പിശാച് പിന്തുടരുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആരുടെയെങ്കിലും അനുഭവങ്ങളിൽ രോഗമോ എന്തെങ്കിലും പാപസ്വഭാവങ്ങളോ ദുരിതങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ പിശാച് കൊണ്ടുവരുന്ന അനുഭവങ്ങളായി തന്നെ നമുക്ക് അനുഭവിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ എന്തോ പിശാച് അവകാശപ്പെട്ട് നിൽക്കുന്ന കാരണത്താൽ അതേ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കർത്താവ് തന്ന വേറൊരു ചിന്ത, ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ ഒരിക്കൽ പോയപ്പോൾ നമ്മൾ പലപ്പോഴും പലയിടത്തും കാണുന്ന ഒരു കാഴ്ചയാണ്, ഒത്തിരി കുരങ്ങന്മാര് ചിലപ്പം സൈഡിലുണ്ടാവും. അപ്പം ഈ കുരങ്ങന്മാര് ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയാൽ നമ്മളെ അവർ പിന്തുടരും. നമ്മൾ അത് എപ്പം കയ്യിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് പൂർണ്ണമായും നമ്മൾ കൊടുത്തു എന്ന് കണ്ടാൽ നമ്മളെ അവർ വിടും. അതല്ലെങ്കിൽ അവർ നമ്മളെ കൂട്ടത്തോട് പിന്തുടരുകയും ചിലയിടത്ത് നമ്മുടെ മണ്ടയ്ക്ക് ചാടി അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി ആളുകൾക്ക് അനുഭവമായിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാധനം എന്ത് തന്നെ ആയിരുന്നാലും അപ്പം അവിടെ ഇട്ടിട്ട് നമ്മൾ ഓടിക്കളയും. അപ്പം നമ്മളെ അത് ശല്യം ചെയ്യാനായിട്ട് വരാറില്ല. ഇതേ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുണ്ടായത്. അതായത് പിശാച് പിന്തുടരുകയാണെങ്കിൽ പിശാചിന്റെ എന്തോ ഒരു സാധനം നമ്മുടെ അകത്തോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? പിശാചിന്റെ സാധനം എടുത്ത് കളയുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നതിനെ വിശ്വസിച്ചുകൊണ്ട് ആ ശുദ്ധീകരണെ വീണ്ടും ഏറ്റെടുത്ത് നമ്മളിലുള്ള കർത്താവിന്റെ ആ രക്തത്തിന്റെ ആ മുദ്രയെ അല്ലെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയെ ഉറപ്പിക്കുക. അങ്ങനെ ചെയ്താൽ പിശാച് പിന്നെ നമ്മളെ പിന്തുടരുകയില്ല.
പിശാചിന് നമ്മുടെ മേൽ ഒരു ക്ലെയിം ഉണ്ടാകുകയില്ല. ഇങ്ങനെ ക്ലെയിം ഇല്ലാത്ത ദൈവപുത്രന്മാരുമായി നാം നിൽക്കുമ്പോൾ ആമേൻ, ഇതിന്റെ നേരെ വിപരീതമായ ഒരു അനുഭവം. ആമേൻ. പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്താൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെതായ ആമേൻ സ്വഭാവം, ആമേൻ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതിനെ അനുസരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മേൽ ഉണ്ടാകുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ആഗ്രഹിക്കുന്നു അത് നമ്മളിൽ അനുവർത്തമാകും. ആമേൻ. അതാണ് 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾ ഫലം കഴിക്കും. അപ്പോ കർത്താവിന്റെ വചനം, കർത്താവിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ, കർത്താവിന്റെ ആത്മാവ് എന്തെല്ലാം ആഗ്രഹിക്കുന്നു അത് നമ്മുടെ അകത്തുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഫലം പുറപ്പെടും. ആമേൻ. ഈ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകട്ടെ. പിശാചിന് ക്ലെയിം ചെയ്യാനായി പിശാചിൻ്റെതായ യാതൊരു അവസ്ഥയും നമ്മൾ നിലനിൽക്കുന്നില്ല എന്ന് നമുക്ക് ഓർപ്പിക്കാം. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിലനിൽക്കുന്ന സാന്നിധ്യമുണ്ടെന്നും പരിശുദ്ധാത്മാവിൽ നാം ചലിക്കാനായി എന്തെല്ലാം നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും ഏറ്റവും കൂടുതൽ പ്രാപിക്കുവാനുള്ള മനസ്സോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.